നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കാന്നുള്ള വാക്ക് കൊടുത്ത് അവരെ സമാധാനിപ്പിക്കണം. അവളൊരു ഉപദേശം. നിന്റെ സാരോപദേശത്തിന്റെ കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാം തികഞ്ഞിരിക്കുക ഇവിടെ. ഈ നാണം കെട്ട ഏർപ്പാടിൽ ഇടപെടാൻ പ്രകാശനെ കിട്ടില്ല. എന്നെ സംശയത്തോടെ നോക്കുന്ന ഒരു മാധവേട്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്ന് അതും കാണേണ്ടി വന്നു. എന്തു വിധിയാ മാധവേട്ട എന്റേത്. പത്തനിയുടെ കഴുത്തിൽ ആരോ താലി കെട്ടിയെന്ന രഹസ്യം ഞാൻ നേരത്തെ അറിഞ്ഞതാ. ഒരവസരത്തിൽ ഞാൻ ആ താലി കാണാനിടയായി. ഞാൻ എന്റെ മോളെ തെറ്റിദ്ധരിച്ചു, തല്ലി. അപ്പോഴാ അവൾ ആ രഹസ്യം എന്നോട് തുറന്നു പറഞ്ഞത്. ആരെ കെട്ടിയതെന്ന് അറിയാത്ത ആ താലിയുമായിട്ട് എന്റെ മോള് ശരിക്കും സങ്കടപ്പെടുകയായിരുന്നു. പാവന്റെ കുട്ടി. വന്ദന കാല് പിടിച്ചു പറഞ്ഞതുകൊണ്ടാ മാധവേട്ട ആ രഹസ്യം ഞാൻ മറച്ചു വെച്ചത്. പക്ഷെ താലി കെട്ടിയത് ജഗനാണെന്നുള്ള സത്യം ക്ഷേത്രത്തിൽ വെച്ച് ജഗൻ പറഞ്ഞപ്പോഴാ ഞാനും അറിയുന്നത് നമ്മുടെ മക്കളാണ് സത്യം. അല്ലാതെ ആ സത്യം അറിഞ്ഞിട്ടും മാധവേട്ടനോട് പറയാതെ മനസ്സിൽ സൂക്ഷിച്ചോണ്ട് ഞാൻ നടന്നിട്ടില്ല മാധവേട്ട. മാധവേട്ടനോട് ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല. സത്യം. എന്നെ വിശ്വസിക്കും മാധവേട്ട. നിർത്ത്. ആരും എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കണ്ട. ആരെയും എനിക്ക് വിശ്വാസമില്ല. ഭാര്യയെയും മക്കളെയും ജഗനെയും ആരെയും എനിക്ക് വിശ്വാസമില്ല. എല്ലാരും കൂടെ എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നു, ഒറ്റപ്പെടുത്തുകയായിരുന്നു, ചതിക്കുകയായിരുന്നു. മാധവൻ എന്നവരെ ഒരു രഹസ്യവും ചന്ദ്രികയിൽ നിന്ന് ഒളിച്ചു വെച്ചിട്ടില്ല. വിവാഹം കഴിച്ച നാൾ മുതൽ ഇന്ന് വരെ ചന്ദ്രിക അറിയാത്ത ഒരു രഹസ്യവും മാധവനില്ല. അറിയോ? ആ, എനിക്കെല്ലാരെയും വിശ്വാസമായിരുന്നു. അമ്മയും മക്കളെയും ഭാര്യയും എല്ലാം. ആരും എന്നോട് ഒന്നും ഒളിച്ചു വെക്കില്ല എന്ന് ഞാൻ കരുതി. വിട്ടിയാ ഞാൻ, പമ്പര വിട്ടി. എല്ലാവരും മനസ്സിൽ രഹസ്യങ്ങൾ സൂക്ഷിച്ചപ്പോഴും മാധവൻ അറിഞ്ഞില്ല. മാധവന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല മറ്റുള്ളവരുടെ ഉള്ളിലിരിപ്പ് എന്താന്ന്. എല്ലാരും കൂടി എന്നെ വെട്ടിവേഷം കെട്ടിച്ച് എന്നെ കോമാളിയാക്കിയ വിവരം ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. ജയിച്ചോ? നിങ്ങൾ എല്ലാരും ജയിച്ചോ? തോക്കാനിവിടെ ഒരുത്തനുണ്ടല്ലോ. നിങ്ങൾ വിശക്കാതിരിക്കാൻ, നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ മഞ്ഞും മഴയും വെയിലും വകവയ്ക്കാതെ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കോവർ കഴുത. കഴുതയ്ക്ക് പോലും വിശ്രമം കാണും. പക്ഷേ മാധവൻ ഇന്നുവരെ വിശ്രമിച്ചിട്ടില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും നാളെക്കുറിച്ചേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എന്റെ ഭാര്യയും മക്കളെയും കുറിച്ചേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. ആ എന്നോടാ എല്ലാവരും ചേർന്ന് എല്ലാം മറച്ചു വെച്ചത്. ചന്ദ്രു, നിന്നീന്ന് ഞാനിത് പ്രതീക്ഷിച്ചില്ല. കരയരുത്. കരയാനുള്ള യോഗ്യത പോലും എന്റെ മുന്നിൽ നിനക്കില്ല. നാടകം, എല്ലാം നാടകമായിരുന്നു. ഈ നാടകത്തിൽ ബഫൂന്റെ വേഷം കെട്ടാൻ മാധവനും. ആയിക്കോ, എന്താന്ന് വെച്ചാ ആയിക്കോ. അല്പനേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കാനെങ്കിലും സമ്മതിക്ക്. ഓ, ഒന്നിറങ്ങി പൊയ്ക്കൂടെ? പോകാൻ വയ്യെങ്കി വേണ്ട, ഞാൻ പൊയ്ക്കോളാം.
ഇവിടെ ഇപ്പോ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കാം. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് 10 കാശ് ഉണ്ടാക്കാൻ വഴി എന്താന്ന് ആലോചിക്കണം. ആ 10 ദമ്പടി ഒപ്പിക്കാനുള്ള വഴിയുണ്ട്. ആ വഴിയും ശ്രമിച്ചു നോക്കാം. പ്രകാശേട്ടൻ ഇത് എങ്ങോട്ടാ? ഒന്ന് പുറത്തു പോണം. അതെന്തൊരു പോക്ക? ഇവിടെ നടക്കുന്നതൊന്നും പ്രകാശേട്ടൻ കാണുന്നില്ലേ? അതോ അതൊന്നും പ്രകാശേട്ടനെ ബാധിക്കുന്ന കാര്യമല്ലേ? പ്രകാശേട്ടാ, ഇവിടെ എല്ലാരും തളർന്നിരിക്കുക. അപ്പോഴല്ലേ കുടുംബത്തിന്റെ മൂത്ത മോനെന്ന നിലയില് പ്രകാശേട്ടൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്? എന്താണാവോ ഇതുവരെ ഇല്ലാത്ത മൂത്ത മോന്റെ ഉത്തരവാദിത്തം? തളർന്നിരിക്കുന്ന അച്ഛനമ്മമാരെ ആശ്വസിപ്പിക്കണം. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കാന്നുള്ള വാക്ക് കൊടുത്ത് അവരെ സമാധാനിപ്പിക്കണം. അവളൊരു ഉപദേശം. നിന്റെ സാരോപദേശത്തിന്റെ കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. മറ്റെല്ലാം തികഞ്ഞിരിക്കുക ഇവിടെ. ഈ നാണം കെട്ട ഏർപ്പാടിൽ ഇടപെടാൻ പ്രകാശിനെ കിട്ടില്ല. താലിയോഗമില്ലാത്ത ഒരുത്തിയെ അവളറിയാതെ ഒരുത്തൻ താലി കെട്ടിയിരിക്കുന്നു. കേട്ടുകളിവില്ലാത്ത സംഭവം. ഈ കുടുംബത്തിലെ പെണ്ണിനല്ലാതെ മറ്റേത് വീട്ടിലെ പെണ്ണിനാടി ഇങ്ങനൊരു നാറിയ അനുഭവം ഉണ്ടാവുന്നത്? ജഗനെ അടുപ്പിക്കരുന്ന് എല്ലാവർക്കും ഞാൻ പല പ്രാവശ്യമായി മുന്നറിയിപ്പ് നൽകിയതാ. അപ്പോ നിനക്കൊക്കെ അവൻ മാന്യനായി, പരോപകാരിയായി, എല്ലാ നല്ല ഗുണങ്ങളും ചാലിച്ചുണ്ടാക്കിയ ആൾ രൂപമായി. ഇപ്പൊ എന്തായടി? അതിപ്പോ വന്ദനയുടെ അറിവോടുകൂടി അല്ലല്ലോ കെട്ട് സംഭവിച്ചത്. സമ്മതിച്ചിരിക്കുന്നു. ഒരു പെണ്ണ് ബോധം കെട്ട് കിടക്കുമ്പോ താലി കെട്ടിയ ജഗനെ നിങ്ങൾ തോളി ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. തികഞ്ഞ ആഭാസനാണവൻ. ജഗനെ ദൈവപുത്രനായി കൊണ്ടു നടക്കുന്നവർ തന്നെ പരിഹരിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.